ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 9ാം ക്ലാസ് അറബിക് പരീക്ഷയിൽ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. നമുക്കൊരു പാരഗ്രാഫ് തരും, എന്നിട്ടൊരു ഇസ്തിമാർ, ഒരു ബയോഡേറ്റ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് ഒന്നും അറിയില്ലെങ്കിലും ഈസി ആയിട്ട് എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് സാറ് വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അത് നമുക്ക് മിക്കവാറും അതിൽ ഫസ്റ്റത്തത് ഉണ്ടാവില്ല, ഇസ്മുൽ കാമിൽ എന്നുള്ളതായിരിക്കും. അല്ലെ, ഇസ്മു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേരാണ് ഇസ്മു. അപ്പോൾ ഫുൾ നെയിമാണ്. അപ്പോൾ മിക്കവാറും ഫസ്റ്റ് സെൻറ്റൻസിലുണ്ടാവും അദ്ദേഹത്തിന് ഒരാളെ പേരുണ്ടാവും. ആ പേര് നമ്മൾ എടുത്ത് എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. യെസ്. ഇനി ഇസ്മ അൽ വാലിദ് നിന്ന്, ചിലപ്പോൾ വാലിദത്ത് നിൽക്കണ്ട. എന്താ വാലിദ് എന്ന് പറഞ്ഞാൽ, ഇസ്മ നമുക്ക് പേരറിയാം. വാലിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? അബ്ബാണ്, ഉപ്പയാണ് അല്ലേ വാലിദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാലിദുഹു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പേരുണ്ടാവും. ഇതിൽ നോക്കുമ്പോൾ അങ്ങനെ പേര് കാണില്ല. പിന്നെ എങ്ങനെ കിട്ടും? അപ്പോൾ നമ്മൾ ഒരു പേരിൻ്റെ കൂടെ ഇബ്ന് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇയാളുടെ മകൻ ഇയാളെന്നായിരിക്കും. അപ്പോൾ ഈ ഉപ്പാൻ്റെ പേരെന്തായിരിക്കും? ഇതാണ് ഷംസുദ്ദീൻ എന്നായിരിക്കും. ഉണ്ടാവും ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോൾ ഈ ഖത്താബിൻ്റെ മകൻ ഉമറാണ്. അപ്പോൾ ഉപ്പ ആരാണ്? ഖത്താബ്. ക്ലിയർ ആയാലോ? യെസ്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്. അപ്പോൾ ഇബ്ന് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഉപ്പാൻ്റെ പേര് വരിക. അപ്പോൾ സോ ഇതാണ് ആരുടെ പേര് വരിക? ഉപ്പാൻ്റെ പേര് വരിക. അപ്പോൾ ഇതും കിട്ടിയല്ലോ, ഇതും കിട്ടി. ഇനി വാലിദത്താണ്, ചിലപ്പോൾ വാലിദത്ത് എന്നോ ഉമ്മ എന്നൊക്കെ പറഞ്ഞതിലുണ്ടാവും കേട്ടോ. ഇനി മറ്റൊന്നാണ് മക്കാൻ. എന്താ മക്കാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എന്തിൻ്റെ സ്ഥലമാണ്? മീലാദ്. മീലാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനനം. മീലാദ് ജനനം. അപ്പോൾ ജനിച്ചതിനെ കുറിച്ചിട്ട് ഫസ്റ്റ് തന്നെ അവിടെ പറയുന്നുണ്ടാവും. നമുക്ക് വേറെ ഒരു വർഷത്തിൻ്റെ പേരെ കൊടുത്തിട്ട് അവിടെ ബി എന്നോ അതല്ലെങ്കിൽ ഫീ എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടാവും. അപ്പോൾ അത് എടുത്താൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതും എഴുതാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ചോദിക്കുന്ന ആമുൽ മീലാദ്. എന്താ ആമ് എന്ന് പറഞ്ഞാൽ? സനത്ത്, വർഷത്തിന് ആമ്. മീലാദ് ജനനം, ജനിച്ച വർഷം. ഇവിടെ ജനിച്ച വർഷം കൊടുത്തിട്ടുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അതും എടുത്ത് എഴുതുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ മുഅല്ലഫാത്ത്. എന്താ മുഅല്ലഫാത്ത് ബുക്കുകളാണ് അല്ലെ, ബുക്സ് ആണ്. അപ്പോൾ ഈ മുഅല്ലഫാത്ത് എന്നുള്ളതിൽ ഏറ്റവും അവസാന ഭാഗത്ത് ഒരു ഇതുണ്ടാവും അവിടെ മുഅല്ലഫാത്ത്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോമട്ടിട്ട് 2-3 ബുക്കുകളുടെ പേരുണ്ടാവും അല്ലേ. ആ പേര് നേരെ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. അപ്പോൾ ഇതും നമുക്ക് കിട്ടി. ലഖബ്. ലഖബ് എന്ന് ഒന്നെങ്കിൽ ലഖബ് എന്ന്, അതല്ലെങ്കിൽ കാന എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെൻറ്റൻസിലെ ലാസ്റ്റ് ഭാഗത്തുണ്ടാവും കാന അല്ലേ. എന്താണ് ഇവിടെ യുലഖബു അല്ലേ, ഇവിടെ പേരുണ്ട്. ആ പേരെടുത്തിട്ട് എന്ത് ചെയ്യുക? ആ സെൻറ്റൻസിൽ നേരെ ഇവിടെ എടുത്ത് എഴുതാം. അപ്പോൾ അതും നമുക്ക് കിട്ടി. പിന്നെ ആമുൽ വഫാത്ത്. ആം നമുക്കറിയാം വർഷം. വഫാത്ത് എന്താ? മരണം. തൂഫിയ എന്ന് പറഞ്ഞതിലുണ്ടോ? എന്താണ് തൂഫിയ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സെൻറ്റൻസ് ഉണ്ടാവും. തൂഫിയ ഉണ്ടാവും ഇവിടെ. തൂഫിയ ഉണ്ടല്ലോ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ജനിച്ച ആമല്ല, വർഷമല്ലേ, വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെയോ സ്ഥലം, അതിന് തൊട്ടടുത്ത് തന്നെ ഫീ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞാണ്ട് സ്ഥലം ഉണ്ടാവും. അതും നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഇതും കിട്ടി, ഇതും കിട്ടി. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഇത് ശ്രദ്ധിച്ച് വായിച്ച മീനിങ് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇസ്തിമാറിന് ബയോഡേറ്റ ഫില്ല് ചെയ്യാം. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമായിരിക്കും കേട്ടോ. റെഡിയാണല്ലോ? ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ എഴുതുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.